ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു വിജയമുണ്ടാകണം എന്നുള്ള കാര്യത്തിലുള്ള പരിശ്രമം ആരംഭിച്ചു. അന്ന് ആരംഭിക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് ഏറെക്കുറെ ഒരു ചിത്രമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, തിരുവനന്തപുരത്തിന് വേണ്ടി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കണ്ടെത്താൻ പോകുന്നത് യാതൊരു സംശയവുമില്ല തിരുവനന്തപുരം കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം തന്നെ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1.5 വർഷം കഠിനമായിട്ട് നൂറുകണക്കിന് പ്രവർത്തകർ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് BJPയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചു, ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തെ നയിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു. അദ്ദേഹം മാർച്ച് 5-ാം തീയതി വൈകുന്നേരം 6:15 മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി. ഇപ്പോൾ പാറശാല മണ്ഡലത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇവിടെ വന്നു നിൽക്കുമ്പോഴേക്കും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിരവധി പ്രവർത്തകരിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, ജനാധിപത്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തപ്പെടാൻ പോവുകയാണ് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുവാനുള്ളത്. രാജീവ്ജിയും മറ്റുള്ള നേതാക്കന്മാരുമൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാത്തവർ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നായാലും അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധരായാലും ഡോക്ടർമാരായാലും വിദ്യാർത്ഥികളായാലും മത്സ്യത്തൊഴിലാളികളായാലും ഒക്കെ തന്നെ സംസാരിക്കുമ്പോഴേക്കും അവരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കൊക്കെ തന്നെ ഓരോ ദിവസവും വളരെ വലിയ ആവേശമാണ് ഞങ്ങളിലൊക്കെ തന്നെ വിതറുന്നത്. ഞാൻ പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയതുകൊണ്ടും നേരിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ടും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ നിർവാഹമില്ല. ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളതിൽ അപ്പുറം ഇതൊരു തിരുത്തലാണ്. 1.5 പതിറ്റാണ്ട് മുമ്പ് തിരുവനന്തപുരത്തിന് സംഭവിച്ചു പോയ ഒരു മഹാ അപരാധം തിരുത്തുവാനുള്ള ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മളൊക്കെ തന്നെ ദേശാടന പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു കരയിൽ പ്രതികൂല കാലാവസ്ഥയാകുമ്പോഴേക്കും ആ ദേശാടന പക്ഷികൾ അതിന് സൗകര്യമുള്ള മറ്റുള്ള സ്ഥലങ്ങൾ തേടി പറക്കും. ഒരു 6 മാസം 3 മാസം അവിടെ വസിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രതികൂല കാലാവസ്ഥയാകുമ്പോഴേ ലോകത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പറക്കും. ആരോടും പ്രതിബദ്ധതയില്ല. അവൻ്റെ കാര്യം, അവൻ ഏറ്റവും സേഫായിട്ട് ഏറ്റവും സുഖമായിട്ട് എവിടെയാണ് ജീവിക്കാൻ കഴിയുന്നത് അവിടം തേടി പറക്കുന്ന ദേശാടന പക്ഷികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ദേശാടന പക്ഷിയുടെ സാന്നിധ്യം കൊണ്ട് ചതിക്കപ്പെട്ടു പോയ ഒരു ജനതയുടെ തിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, ഇത്രത്തോളം മനുഷ്യർ സ്വാർത്ഥരാകുവാൻ പാടില്ല, ഇത്രത്തോളം സ്വാർത്ഥരാകുവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, തനിക്ക് ലഭിച്ച ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് തനിക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസങ്ങളൊക്കെ തന്നെ സ്വായത്തമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് എത്രത്തോളം സമ്പന്നനാകാമോ അത്രത്തോളം സമ്പന്നനായതിനു ശേഷം, വ്യക്തിപരമായ കാര്യം ഞാൻ അതിലേക്ക് കടന്നു കയറുന്നില്ല, പക്ഷേ അതിനുശേഷം പൊതുപ്രവർത്തനത്തിൽ വന്ന വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന ഒരു ജനതയെ പറഞ്ഞ് പറ്റിച്ച് 1.5 പതിറ്റാണ്ടോളം ഒരു ജനതയെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു DGP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടന്നു. അതിൻ്റെ തൊട്ട് തലേ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരപരിപാടി സെക്രട്ടേറിയറ്റിൽ നടന്നിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു. അതിൽ പ്രതിഷേധിച്ച് DGP ഓഫീസിലേക്ക് മാർച്ച് നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും അവിടെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. നിരവധി നേതാക്കന്മാർക്ക് അവരുടെ കണ്ണുകൾ കേടായി, അവർക്ക് ശ്വാസതടസ്സമുണ്ടായി. അപ്പോഴേക്കും ഒരു നേതാവ് അവിടെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു മാർച്ച് നടത്തുന്നതായി പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ശ്രദ്ധിച്ചത്, പോലീസിൻ്റെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ആക്രമണമായിരുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഞാൻ പറയുന്നു, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോഴേക്കും ആദ്യമായിട്ടാണ് ലാത്തി ചാർജിന്റെ മുമ്പിൽ വരുന്നത്. മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹം, AICC പ്രസിഡന്റാണ് ആവാൻ ആഗ്രഹം, ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടിയർ ഗ്യാസ് പ്രയോഗം നടക്കുന്നതെന്ന്. കാരണം അതിൽ കൂടെ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് സമരത്തിന് രംഗത്തിറങ്ങുന്നത് എന്ന്. ഞാൻ പറയുന്നു, K. കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ളവർ, സമര പാരമ്പര്യമുള്ളവർ, അവർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയാണ് കോൺഗ്രസ് പ്രസ്ഥാനം. ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഒരു മുൻ MLA ഒരു വികലാംഗനായ വ്യക്തിയെയും കൊണ്ട് സ്വന്തം ഫ്ലാറ്റിലേക്ക് ചെന്നപ്പോഴേക്കും കാണാൻ സാധിക്കാതെ ഇറക്കിവിട്ട പാരമ്പര്യമുള്ളവർ പറയുന്നു, എന്നെ വീണ്ടും തെരഞ്ഞെടുക്കണമെന്ന്. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ശ്രീ തമ്പാനൂർ സതീശൻ, മഹേശ്വരൻ നായരും ഉൾപ്പെടെയുള്ളവർ
ഈ വേദിയിലുണ്ട്. തിരുവനന്തപുരത്തെ ഒരു പാവപ്പെട്ട മുൻ MLA ഒരു വികലാംഗനെയും കൊണ്ട് 45 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കാറ് വിളിച്ച് വന്നപ്പോഴേക്കും ഇറക്കിവിട്ട പാരമ്പര്യമാണ് ഈ നേതാവിനുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എവിടെ പോയി താങ്കളുടെ ബാഴ്സലോണ എന്ന് തിരുവനന്തപുരത്തെ മുഴുവനും ജനങ്ങൾ ചോദിക്കുമ്പോഴേക്കും നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജുവേട്ട, ഏറ്റവും പ്രധാനമായി ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ വന്നു കഴിഞ്ഞാൽ തമിഴ്നാടും കേരളവും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്ന, അതിർത്തി ഷെയർ ചെയ്യുന്ന നീരോടി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിനിപ്പുറം കൊല്ലങ്കോടാണ്, കൊല്ലങ്കോട് പൊഴിയൂർ ഭാഗം. നിങ്ങൾ അവിടെ പോകണം. അവിടെ നിന്ന് ചില പ്രവർത്തകർ വന്നിട്ടുണ്ട്. കടലാക്രമണം കൊണ്ട് രൂക്ഷമായ പ്രദേശം. ഈ മഴയ്ക്ക് മുമ്പ് അവിടെ പുലിമുട്ടോ കടൽ ഭിത്തിയോ നിർമ്മിച്ചില്ല എങ്കിൽ ആ കൊല്ലങ്കോട്, പൊഴിയൂട് പള്ളി ഉൾപ്പെടെ ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങൾ ആരാധിക്കാൻ പോകുന്ന പള്ളി ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾ കടലിൽ പോകും. അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയോ? നാളെ അവിടെ പോകണം. ഞാൻ പറഞ്ഞു, നാളെ പരിപാടി ടൈറ്റാണ്, മറ്റന്നാൾ പോകാം. ഞാനന്ന് ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ പോയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഏത് നിമിഷവും വീടുകൾ കടലിൽ പോകാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേദനയോടെ അവരൊരു നിവേദനം കൊടുത്തു. അദ്ദേഹം ആ നിവേദനം അപ്പോൾ തന്നെ വാങ്ങിച്ച് സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് ഡൽഹിയിൽ പോകുന്നു. ഞാനിന്ന് ഡൽഹിയിൽ പോകുമ്പോഴേക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന്. നിങ്ങൾക്കറിയോ, നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിലെ 154 മുതൽ 159 വരെ വരുന്ന ബൂത്തുകൾ കുമ്മനം രാജേട്ടൻ മത്സരിച്ചപ്പോഴേക്കും 0 വോട്ട്, 2 വോട്ട്, 3 വോട്ട്. ഓ രാജഗോപാൽ മത്സരിച്ചപ്പോൾ 3 വോട്ട്, 4 വോട്ട്, 8 വോട്ട് കിട്ടിയ ബൂത്തുകളാ. BJPക്ക് അവിടെ വലിയ വോട്ടൊന്നുള്ള ബൂത്തുകളല്ല. എനിക്കത് പറയാൻ ഒരു മടിയുമില്ല. പക്ഷേ അതൊന്നും രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിൽ ഒരു തടസ്സമായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ പോയി. നിങ്ങൾ ഓർക്കണം, ഞായറാഴ്ച ആയിരുന്നിട്ട് പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫിഷറീസ് വകുപ്പിലെ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം മീറ്റിംഗ് നടത്തി. രാജീവ് ചന്ദ്രശേഖർ 1.5 ദിവസം അദ്ദേഹം ഡൽഹിയിൽ ചെലവഴിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, രാജേഷ്, അതിൽ പുരോഗതിയുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, മാർച്ച് 15-ാം തീയതി ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. അവിടെ 2 പുലിമുട്ട് സ്ഥാപിക്കുവാനും ലോങ് ടേം പ്രോജക്ട് എന്നുള്ള നിലയ്ക്ക് 450 കോടി രൂപയ്ക്ക് തുറമുഖം സ്ഥാപിക്കുവാനും വേണ്ടി നീക്കം നടത്തിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 15 വർഷം ഇദ്ദേഹം കിട്ടിയ അപേക്ഷയൊക്കെ കഷത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയായിരുന്നു ഈ ബാഴ്സലോണ പക്ഷി എന്ന് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് പറയാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട നിർമ്മലാജി ഇവിടെ ഉണ്ടാവും. ഒരു കാലത്ത് നമ്മളൊക്കെ തന്നെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മുടെ പിതാമഹന്മാരെയൊക്കെ തന്നെ ചവിട്ടിയരച്ച ബ്രിട്ടീഷുകാരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ആ ബ്രിട്ടീഷുകാരന്റെ രാജ്യത്തെക്കാൾ ഒരു പടി മുമ്പിലാണ് ഭാരതത്തിന്റെ സാമ്പത്തിക ഘടന എന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. NDAക്കെതിരെ പോരാടുന്നവരോട് പറയാനുള്ളത്, നിർമ്മലാ സീതാരാമൻജിയാണ് നേതൃത്വം കൊടുക്കുന്നത്. നരേന്ദ്രമോദിയുടെ നയങ്ങൾ നടപ്പിലാക്കുന്നത് ധനകാര്യ രംഗത്ത് നിർമ്മലാ സീതാരാമൻജിയാണ്. നിർമ്മലാ സീതാരാമനും രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് വെറുതെ അല്ല. തിരുവനന്തപുരത്ത് ചില മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഓഖി വന്നപ്പോഴേക്കും എവിടെയായിരുന്നു ബാഴ്സലോണ പക്ഷി? എവിടെയായിരുന്നു ഓഖി വന്നപ്പോഴേക്കും? കോവിഡ് വന്നപ്പോഴേക്കും എവിടെയായിരുന്നു? ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാധാരണ പഞ്ചായത്ത് മെമ്പർ പോലും കിറ്റ് കൊടുക്കുവാനും വാക്സിൻ കണ്ടുപിടിക്കുക മരുന്ന് കൊടുക്കുവാനും നടന്നപ്പോഴേക്കും ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ എവിടെയാണ് ആദ്യം മരുന്നുണ്ടാക്കുന്നത് അതിനെടുത്ത് ഇഞ്ചക്ഷൻ നടത്തിയിട്ട് എന്റെ ജീവൻ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയായിരുന്നില്ലേ? ഓഖി ദുരന്തം വന്നപ്പോൾ ഡൽഹിയിൽ നിന്നും നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് പറന്നിറങ്ങിയിട്ടും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അടുക്കേക്ക് വരാൻ വേണ്ടി തയ്യാറാകാത്ത ഇദ്ദേഹമാണ് വീണ്ടും ആ പാവങ്ങളുടെ അടുത്ത് പോയിട്ട് വോട്ട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കൺവെൻഷനിൽ എല്ലാം പറഞ്ഞു തീരുവാൻ സാധിക്കുകയില്ല. ഇന്ന് LDFന്റെ വലിയ വലിയ പരിപാടി നടക്കുക. എന്താ പരിപാടി? ഹമാസിന് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പരിപാടി നടക്കുക. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ആ ദിവസം പിണറായി വിജയന്റെ വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതേ ദിവസം എന്താണ്? CAA-ക്കെതിരായിട്ട് കേരളത്തിൽ നടന്ന സമരങ്ങൾ, ആ സമരങ്ങൾക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ കേസുകളും പിൻവലിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മതവിഭാഗത്തെ പ്രീണിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ കൃത്യമായിട്ട് ധ്രുവീകരണം നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കുവാനുള്ള ഇത്രയും നീചമായ തന്ത്രം ഒരു സംശയവും വേണ്ട. ഭൂതത്തെയാണ് LDF കുടം തുറന്ന് വിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. ഹമാസിന് പിന്തുണ കൊടുക്കുവാനുള്ള ഒരു സമ്മേളനം നടക്കുകയാണ്.
CAA-ക്കെതിരായിട്ടുള്ള ഒരു സമ്മേളനം നടക്കുക തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ജനത അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഉണ്ടോ? ഞങ്ങളുടെയൊക്കെ തന്നെ വളരെ വലിയ അഭ്യർത്ഥനയും സ്നേഹത്തിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ഊഷ്മളമാക്കിയ നിവേദനങ്ങളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട TP ശ്രീനിവാസ് സാറ് ഇന്ന് ഈ വേദിയിൽ എത്താമെന്ന് ഞങ്ങളോട് സമ്മതിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അങ്ങയോട് ഇത്രയും പേരുടെ മുമ്പ് വെച്ച് ഒരു അപേക്ഷ നടത്തുകയാണ്. വിദ്യാഭ്യാസത്തോടുള്ള അല്ലെങ്കിൽ അറിവിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടും സുഹൃത്തുക്കളുടെ സ്നേഹസമ്പൂർണമായ നിർബന്ധത്തിന് വഴങ്ങിയും 15 കൊല്ലം മുമ്പ് അങ്ങയുടെ നേതൃത്വത്തിൽ നടന്നുപോയ ഒരു സംഭവം അത് തിരുത്തുവാൻ വേണ്ടി അങ്ങ് തന്നെ നേതൃത്വം കൊടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. 15 വർഷങ്ങൾക്ക് മുമ്പ് TP ശ്രീനിവാസ് സാർ എഴുതിയ ലേഖനമാണ് ആദ്യമായിട്ട് ഞാൻ ഈ ബാഴ്സലോണ പക്ഷിയെക്കുറിച്ച് അന്ന് വായിക്കുന്നത്. അങ്ങ് എഴുതിയ ലേഖനമായിരുന്നു. അന്ന് സംഭവിച്ചു പോയി സാർ. വിനയപുരസ്സരം ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ നേതൃത്വത്തിലാണ് ജനാധിപത്യ കേരളം ആ തെറ്റ് തിരുത്തുവാൻ പോകുന്നത് എന്ന് ഞാൻ വിനയപുരസ്സരം അങ്ങയോട് അപേക്ഷിക്കുകയാണ്. TP ശ്രീനിവാസ് സാറിൻ്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയെ കാണാൻ വേണ്ടി ഞങ്ങൾ സാറിൻ്റെ വീട്ടിലെത്തി. 1.5-2 മണിക്കൂർ രാജീവേട്ടനെത്തി. പിറ്റേ ദിവസം അവിടെ പോയിട്ട് 1.5-2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, സാറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഉപദേശമുണ്ടല്ലോ, അനന്തപുരിയിലെ എന്നല്ല വരാൻ പോകുന്ന തലമുറയുടെയൊക്കെ തന്നെ ചരിത്രം മാറ്റുന്ന ഉപദേശമാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു 5 വർഷം കൊണ്ട് 5 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റും. അത് കേട്ടിട്ട് സാധാരണക്കാരായ ജനങ്ങളാണ് കൈയടിച്ചത്. കാരണം എന്താ? എല്ലാവർക്കും PhD എടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും IAS എടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും 1ാം റാങ്ക് വാങ്ങാൻ പറ്റുമോ? പക്ഷേ 1ാം റാങ്ക് കിട്ടാത്തവൻ്റെ ഉള്ളിലും തോറ്റുപോകുന്നവൻ്റെ ഉള്ളിലും പഠിക്കാൻ കഴിയാത്തവൻ്റെ ഉള്ളിലും ഒരു സ്കില്ലുണ്ടാകും. ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് ഒരു വ്യക്തിയെയോ ഒരു ജീവിയെയോ ഇവിടേക്ക് ജനിപ്പിച്ചു വിടുമ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ ഒരു കഴിവുണ്ടാകും. 6ാം ക്ലാസ് മുതൽ ആ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്കിൽ ടെസ്റ്റ് നടത്തുന്നു സ്കൂളുകളിൽ. അപ്പോൾ ഒരു കുട്ടി പാട്ടിലാണ് മികച്ചവൻ, ഭാഷ പഠിക്കുവാനാണ് മികച്ചവൻ, അവൻ ഇലക്ട്രോണിക്സ് ആണ്, ഇലക്ട്രിക്കലാണ്, അവൻ്റെ ഉള്ളിൽ കാർപ്പൻറ്റർ വർക്കാണ്. അതിനെ കണ്ടെത്തിയിട്ട് അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിനെ പരിപോഷിക്കാൻ പോകുന്നു. 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ, ഗവൺമെൻറ് ചെലവിൽ തന്നെ അവൻ ഏതെങ്കിലും ഒരു തൊഴിലിൽ അവൻ പ്രാവീണ്യം നേടിയിരിക്കും. അവൻ 1ാം റാങ്ക് കിട്ടിയില്ലെങ്കിലും PSC പരീക്ഷ എഴുതി ജോലി കിട്ടിയില്ലെങ്കിലും അവൻ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പോയാലും ഏറ്റവും മികച്ച ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് മെച്ചപ്പെട്ട ജീവിതം സംജാതമാക്കുവാൻ വേണ്ടി അവന് സാധിക്കും. 5 വർഷം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ 5 ലക്ഷം പേരെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റാനാണ് എൻ്റെ പ്രതിജ്ഞ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അദ്ദേഹം പറഞ്ഞു, കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കുണ്ട്. ഞാൻ നെയ്യാറ്റിക്കര ആരംഭിക്കാൻ പോവുകയാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, തമിഴ്നാട് ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനം കിട്ടും. അവിടുത്തെ സമ്പദ്ഘടന വർദ്ധിക്കും. ആപ്പിൾ കമ്പനി ഇന്ന് ഒറീസയിലും ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലുമാണ് ഉള്ളത്. 1.5 ലക്ഷം പേർക്ക് ജോലി കിട്ടി. അതിൽ 70% പേരും വനിതകളാണ്. 100 ഏക്കർ സ്ഥലമൊന്നും വേണ്ട, 4 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ആപ്പിൾ കമ്പനി തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി തൊട്ടതൊക്കെ തന്നെ പൊന്നാക്കി വിജയിച്ച അദ്ദേഹം പറയുമ്പോഴേക്കും നമ്മൾ എന്തിനാ അവിശ്വസിക്കുന്നത്? കഴക്കൂട്ടത്ത് ആരംഭിച്ച് പാറശാല അവസാനിക്കുന്ന തിരുവനന്തപുരത്തെ മണൽത്തരികളെ പോലും പൊന്മുത്തുകളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് എല്ലാ സാധ്യതയും പ്രയോജനപ്പെടുത്തണം. 15 കൊല്ലം നമ്മളെ ചതിച്ചവർ, 15 കൊല്ലം പറഞ്ഞു പറ്റിച്ചവർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലും പറഞ്ഞു പറ്റിച്ചവർ, അവരൊക്കെ തന്നെ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പ് ദിവസം കാത്തിരിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, 20-22 ദിവസം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇറങ്ങുമ്പോൾ 15 വർഷം സിറ്റിംഗ് MP-യും 40-45 വർഷം ഇവിടെ ജീവിച്ചു എന്ന് പറയുന്ന വ്യക്തിയുമാണ് ഓപ്പോസിറ്റ്. പക്ഷേ ഈ 22-23 ദിവസം കൊണ്ട് ഞങ്ങൾ താണ്ടിയ ദൂരം അത് ഈ ഇരിക്കുന്ന ജനാവലിയുടെ പിന്തുണയോട് കൂടിയാണ് എന്ന് പറയുവാൻ വേണ്ടി, നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ സുതാര്യതയുടെ പിന്തുണയോട് കൂടിയാണ്, ഈ പ്രസ്ഥാനത്തിന്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആദർശ ശുദ്ധിയുടെ പേരിലാണ്, നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവരുടെ കഠിന അധ്വാനത്തിന്റെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരിക്കൽ കൂടി മോഡി സർക്കാർ വരുമ്പോഴേക്കും ലോകത്തിലെ 3ാമത് സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ, 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ആ 400-ലൊന്ന് തിരുവനന്തപുരം ആകുവാൻ വേണ്ടിയുള്ള ഒരു പടപ്പുറപ്പാടാവട്ടെ ഈ കൺവെൻഷൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിലെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സംഗതി നമുക്ക് പറയാൻ സാധിക്കും. പാലക്കാട് ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു കാലയളവാണ് ഈ കഴിഞ്ഞ 10 വർഷം എന്നുള്ളത്. അത് കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ IIT സ്ഥാപിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. 2014 അദ്ദേഹം ഭരണത്തിൽ വന്ന് ഒരു വർഷത്തിനകം തന്നെ ഇവിടെ ക്യാമ്പസ് ആരംഭിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെയാണ് കഞ്ചിക്കോടുള്ള ഫുഡ് പാർക്ക്. ഏതാണ്ട് 600 കോടി രൂപയുടെ ചെലവിലാണ് കേന്ദ്രം ഫുഡ് പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ ഹൈവേകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിന് വേണ്ടി പ്രത്യേക ഏതാണ്ട് 55,000-60,000 കോടി രൂപയാണ് അദ്ദേഹം കേരളത്തിന് വേണ്ടി മാത്രം അലോട്ട് ചെയ്തിരിക്കുന്നത്. അമൃത് 1-ൽ 220 കോടി രൂപയും അമൃത് 2-ൽ 76 കോടി രൂപയും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്ന രീതിയിൽ പാലക്കാട് നഗരസഭയുടെ തനതായ വരുമാനം വർദ്ധിപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു 20 കോടി രൂപ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഈ 10 വർഷത്തിൽ ഏതാണ്ട് 350ഓളം കോടി രൂപ കേന്ദ്ര ഫണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് നമുക്ക് പാലക്കാട് നഗരസഭയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, നമുക്ക് എസ്കലേറ്റർ GB റോഡിന് കുറുകെ ആ റെയിൽവേ ഗേറ്റിന് കുറുകെ നമുക്കൊരു എസ്കലേറ്റർ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു ക്യാമറ പ്രോജക്റ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ക്യാമറ പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ്, പൂർണ്ണമായിട്ടും ക്യാമറയിൽ വരുന്ന ആദ്യത്തെ നഗരമാണ്. അതിൽ നിർണായകമായ ഒരു റോൾ വഹിച്ചത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന അന്നത്തെ വൈസ് ചെയർമാനായിരുന്ന C കൃഷ്ണകുമാർ എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരാളും വോട്ട് പാഴാക്കാതെ നമ്മുടെ വിലയേറിയ വോട്ട് C കൃഷ്ണകുമാറിന് താമര അടയാളത്തിൽ നൽകണം എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും ഏറ്റവും വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.